ഹലോ, വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. ഞാൻ കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും സമയം കുറേ ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ മേക്ക് ഓവറാണ്. എൻ്റെ ആക്ച്വലി ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആട്ടത്. ഞാൻ ടൂർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പല പല ഏരിയകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ ബെഡിൻ്റെ മുകളിലെ ആർട്ട് വർക്ക് ഞങ്ങൾ റീസെൻ്റ്ലി ഹാങ് ചെയ്തതാണ്. അതിൽ നടുക്കത്തെ ഫ്രെയിമിൻ്റെ കളേഴ്സ് ഫ്രെയിം അപ്ഡേറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഈ ആർട്ട് വർക്ക് ഒരു ബ്രിട്ടീഷ് ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആൻഡ് റൈറ്റർ റോബർട്ട് ഫെർബർ എന്ന് പറഞ്ഞ ആളാണ് പബ്ലിഷ് ചെയ്തത്. ഇത് 1730 പബ്ലിഷ് ചെയ്ത 12 months of flowers എന്ന് പറയുന്ന ഒരു ആർട്ട് വർക്കാണ്. ഹി പബ്ലിഷ്ഡ് എ ബുക്ക് and the book was written as a catalog of plants and seeds. ഓരോ മാസത്തിനും സെപ്പറേറ്റ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. ഇത് അന്ന് 1730 പബ്ലിഷ് ചെയ്തപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇപ്പോൾ ഒറിജിനൽ പ്രിന്റിന്റെ പല പല പ്രിന്റുകൾ, കോപ്പി പ്രിന്റുകൾ വന്നിട്ടുണ്ട്. 10 years ബാക്ക് ഒക്കെ ഇത് നമുക്ക് $10, $5 എനിക്ക് ഇത് ഈ വലുതൊക്കെ എനിക്കൊന്ന് $10 കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇത് ഭയങ്കര പോപ്പുലറായി തുടങ്ങിയിട്ട് ഇത് എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. ത്രിഫ്റ്റ് സ്റ്റോറിലും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലുമാണ് ഇത് കാണുന്നത് യൂഷ്വലി. ഇത് രണ്ടും ഈ പച്ച രണ്ടെണ്ണവും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആണ്. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്ന ത്രിഫ്റ്റ് സ്റ്റോർ ആണെന്നാണ്. ഇതിൻ്റെ ഞാൻ പെയിൻറ് അടിച്ചു എന്നും എനിക്ക് ഓർമ്മയില്ല. ഈ മഞ്ഞ കളർ യൂഷ്വലി ഐ ഡോണ്ട് ഗെറ്റ്. മഞ്ഞ കളർ ഭയങ്കര മഞ്ഞയായിട്ട് ഞങ്ങളുടെ ഓഫീസ് റൂമിലെ ഗാലറി വാളിൽ നിന്നാണ്. ഇതിനും തൂക്കിയിട്ടില്ല. ഞാൻ കഴിഞ്ഞാലും വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ വച്ചേക്കായിരുന്നു. എനിക്ക് തോന്നുന്നത് ഐ മൈറ്റ് ഹാവ് പെയിൻറ്റഡ് ദിസ്. അതാണ് ഈ ഒരു ജാതി വൃത്തിയായിട്ടൊരു മഞ്ഞ കലർന്നൊരു ഗോൾഡ് കളർ. എനിക്ക് തോന്നുന്നു 2014-2015 സമയത്ത് ഈ ഒരു കളർ ഗോൾഡ് ഉണ്ടായിരുന്നുള്ള ഡെപ്തുള്ള നല്ല ഗോൾഡ് കളർ പെയിൻറ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിവേസ് ഇതിൻ്റെ കൂടെ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിമിൻ്റെ മാത്രം കേട്ടോ. ഞാൻ ഓൾറെഡി വരച്ചൊക്കെ വെച്ചു. ഇതെങ്ങനെയാണ് തൂക്കേണ്ടത് ഞാൻ ടിപ്പിക്കലി പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗാലറി വാൾ തൂക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഹുക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് ഇത് ഒട്ടിച്ച് വെച്ചിട്ട് വാൾ അടിക്കണം. ഞാൻ ആ വീഡിയോയിലേക്ക് ലിങ്ക് ചെയ്യാം കേട്ടോ, അങ്ങനെ ഗാലറി വാളിന് ഏറ്റവും എളുപ്പ വഴി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഇതിൻ്റെ പെയിൻറ് മാറ്റലാണ്. ഇത് നല്ല വൃത്തിയിൽ ബാക്കൊക്കെ കറക്റ്റായിട്ട് പാക്കേജ് ചെയ്തേക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. ഗാലറിയിൽ നിന്ന് വന്നേക്കുന്നതാണ് കണ്ടോ. അപ്പോൾ ഇത് അയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോൾ ഞാൻ ചീറ്റ് ചെയ്യാൻ പോവാണ്. സാധാരണ ഫ്രെയിമൊക്കെ ഊരി ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം മടിയായതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ ഈ സൈഡ് തൊടുന്ന ഭാഗമുണ്ടല്ലോ, അത് പെയിൻറ്റേഴ്സ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ പോവാം. പീസ് ഗ്ലാസ്സിലേക്ക് വന്ന് ഞാൻ തുടച്ച് കളയാം, പക്ഷെ എന്നാലും അധികം വൃത്തിയോട് വേണ്ടാന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഈ പെയിൻറ്റേഴ്സ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലത്തെ പൊടി കളയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഹാൻഡ് സാനിറ്റൈസറോ ആൽക്കഹോളോ യൂസ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത് റബ്ബിങ് ആൽക്കഹോൾ ഉണ്ട്, അതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. നനഞ്ഞ തൊടി വെച്ച് തുറച്ചാലും മതി, പക്ഷേ ഇത് എന്തായാലും പൊടി ഉണ്ടാവും ഉറപ്പായിട്ട്. കുറച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻറ്റ് കറക്റ്റായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇതാണ് റബ്ബ് ആൻഡ് ബഫ്. ഞാൻ ഹോബിയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള 2 മൈക്കിൾസിൽ പോയി നോക്കി, 2 അടുത്തും ഉണ്ടായിരുന്നില്ല. ആമസോണിലുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് $1 മോർ. അപ്പം യു കെൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ആമസോൺ. പല പല കളറുണ്ട്. ഞാൻ ആൻറ്റീക്ക് ഗോൾഡ് എന്നുള്ള ഫിനിഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് റബ്ബ് ആൻഡ് ബഫ്. ബേസിക്കലി നമ്മൾ റബ്ബ് ചെയ്യുക, ബഫ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഞാൻ പെയിൻറ്റ് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതും ലിറ്റിൽ ഗോസ് എ ലോങ് വേ എന്ന് പറയുന്ന പോലെയാണ്. ചെറിയൊരു ട്യൂബാണ്, പൊട്ടിക്കട്ടെ കേട്ടോ. ഓക്കെ, കളറ് ഇതാണ് കളറ്. കുറേശ്ശെ ഇതും ഞാനൊരു ഫാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഫാനല്ല. വേറെ ഒന്നും ഞങ്ങൾക്ക് അവിടുത്തെ ഹോബിയിൽ വളരെ കുറവ് സെലക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ആമസോണിൽ കുറച്ചുകൂടി കൂടുതൽ സെലക്ഷൻ ഉണ്ടായേനെ. പക്ഷെ എന്നാലും കളറും എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല നോക്കിയിട്ട്. ആ ഒരു നമുക്ക് ഇതൊരു വാക്സാണ്.
ഇതാണ് നല്ല വാക്സിന് മണമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് ഒതുങ്ങി എനിക്കൊന്ന് ബാക്കിയുള്ളതിൻ്റെ കൂടെ പോകുന്നു. എനിക്ക് ഗോൾഡ് തന്നെ മതി. പെയിൻ്റ് അടിച്ച് സ്പ്രേ പെയിൻ്റ് അടിക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഈ ഗോൾഡ് ഫിനിഷിന് ഒരു പഴയ ഓൾഡ് ലുക്കില്ലേ, അത് ഞാൻ ആൻറ്റീക്ക് ഗോൾഡ് എടുക്കാൻ നോക്കിയത്. പക്ഷേ ഈ സൈഡിലേക്ക് പോയിട്ടില്ല. ആസ് യു ക്യാൻ സീ കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി സൈഡിൽ കുറച്ചെടുത്തിട്ട് ചെയ്യണം. പക്ഷേ ഡിഫറൻസ് ഡള്ളായ കണ്ടോ, ആൻറ്റീക്കായ കണ്ടോ? ഓക്കെ, ഇതൊരു വെൽ വെന്റിലേറ്റഡ് ഏരിയ ചെയ്യണം കേട്ടോ. ബിക്കോസ് നല്ല മണമുണ്ട്. ഈ സൈഡ് ചെയ്തിട്ടില്ല, നല്ല മണമുണ്ട്. ഈ ഒരു മറ്റേ കെമിക്കൽ വാക്സിൻ്റെ മണമുണ്ട്. ഗ്ലൗസും വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ലൈക്ക് ഇറ്റ്സ് എ കെമിക്കൽ ആഫ്റ്റർ ഓൾ. ഇനി ഇപ്പം നമ്മൾ റബ്ബ് ചെയ്തു. ബഫ് ചെയ്യാനായിട്ട് ഇത് ഉണങ്ങണം, എന്നാലേ നമുക്ക് ബഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എല്ലാ സൈഡിലും പുരട്ടി ഡൺ. ഞാനത് ഇത്തിരി ഉണങ്ങാൻ വയ്ക്കുകയാണ്. ഒരു 20 minutes ആയി ഇത് ഉണങ്ങിയിട്ട്. അപ്പം നമുക്കൊന്ന് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ തിളക്കം കിട്ടും. അതിനാണ്. അപ്പം പിന്നെ അതുമല്ല, ഇനി എക്സ്ട്രാ അതിലുള്ളത് നമ്മൾ ചുമരൊന്നും പിടിക്കാണ്ട്, നമ്മൾ കൈ പിടിക്കുമ്പോൾ അവിടെ ഒന്നും പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ബഫ് ചെയ്യുന്നത്. പിന്നെ ഒരു റാഗാണിത്. അതെ, എക്സ്ട്രാ പോകുന്നുണ്ട്. നമ്മൾ എക്സസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും പിടിക്കുകയൊന്നുമില്ല, കയ്യിലൊന്നും പിടിക്കും. നേരത്തെ ഗ്ലൗസിലായതുകൊണ്ടല്ലേ അതുപോലെ ഒന്നും വരുന്നില്ല, കുറേശ്ശേ വരുന്നുള്ളൂ. ഇത് ബ്രോൺസ്, ബ്രാസ്, പിന്നെ ഈ മെറ്റാലിക് കളർ, മറ്റേ ഈ അയണിൻ്റെ കളറില്ലേ, അതുപോലത്തെ കളറിലൊക്കെ എല്ലാ ഫിനിഷിലും വരുന്നുണ്ട്. അവിടത്തിലേക്ക് കയറിപ്പോയി. അല്ല, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഗാലറി ബോൾ ഇങ്ങനെ ഒരു റാപ്പിംഗ് പേപ്പറിൽ ഞങ്ങളത് ആദ്യം വെച്ച് ട്രേസ് ചെയ്ത് നടുഭാഗം എവിടെയോ ആണി അടിക്കേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചുമരിൽ പെയിൻറ്റ് സ്റ്റേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ആണ് ആണി അടിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് കട്ടിലിൻ്റെ സെൻറ്ററായിട്ടും ചുമരിൻ്റെ സെൻറ്ററായിട്ടും ഇതിനെ എളുപ്പത്തിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് തൂക്കുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എങ്ങനെയുണ്ട്? ആ പെയിൻറ്റ് മാറ്റി ഇപ്പം ബാക്കിയുള്ള 2 പീസിൻ്റെ കൂടെ കറക്റ്റായിട്ടത് പോകുന്നില്ലേ? ബൈ ദ വേ, ആ ഫ്ലോറൽ പില്ലോസ് ആമസോണിന്നാണ്. അതിൻ്റെ ലിങ്കും ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കണം. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ബ്രേക്ക് എടുത്ത കാരണം യൂട്യൂബ് എല്ലാവരെയും വീഡിയോ കാണിക്കുന്നില്ല എന്നറിയാം. അപ്പോൾ നിങ്ങൾ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.